കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സൂര്യ നമസ്കാരം ധനവർദ്ധനവിന്. എല്ലാവരും ആദ്യത്തെ നമസ്കാരം യോഗയായിട്ടും മറ്റും ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യത്തെ നമസ്കാരം ചെയ്യുമ്പോൾ ആദ്യത്തെ നമസ്കാരം എന്തിനു ചെയ്യുന്നു എന്നുള്ളത്, ഈ സൂര്യദശ ആദിത്യ ദശ വളരെ ദോഷത്തിലുള്ള ആളുകൾക്ക് ആദിത്യ ദശാ സമയത്ത് കൂടുതൽ ഗുണഗണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദിത്യ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഉദയ സൂര്യനെ നോക്കി ആദിത്യ മന്ത്രം ജപിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്കുണ്ടാകാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ആദിത്യ മന്ത്രം ജപിക്കേണ്ടത്? ആദിത്യ മന്ത്രം രാമായണത്തില് രാവണന് ഉപദേശിച്ചു കൊടുത്തതാണ്. അപ്പോൾ ആ ആദിത്യ മന്ത്രം സൂര്യോദയത്തില് സൂര്യനെ നോക്കി നമ്മൾ ജപിക്കുകയോ വെയിൽ കൊണ്ട് അത് വെയിലേറ്റുകൊണ്ട് നടക്കുമ്പോൾ അത് ജപിക്കുകയോ ചെയ്യുന്നല്ല. അതുപോലെ തന്നെയാണ് ഈ സൂര്യ നമസ്കാരം. അത് സൂര്യ നമസ്കാരത്തിലെ ആദിത്യ മന്ത്രമാണത്. ഇത് സൂര്യ നമസ്കാരമാണ്. നമ്മൾ ധനവർദ്ധനവിനും നമുക്ക് ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സൂര്യ നമസ്കാരം. ദിവസവും കുളി കഴിഞ്ഞതിന് ശേഷം ആദിത്യ ഭഗവാനെ ദേവനായി കണ്ടുകൊണ്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുക, പ്രണമിക്കുക. അതാണ് ആദിത്യ വന്ദനം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ഗുണകരമായ പല മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ ആദിത്യ നമസ്കാരത്തിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ആദിത്യ മന്ത്രം. അതായത് ഈ പ്രഭാത സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രഭാത സൂര്യ രാവിലെ ഉദിക്കുന്ന സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്ന സൂര്യരശ്മികള്, കിരണങ്ങള് മനുഷ്യ ജീവിതത്തിൽ ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ അടുക്കളയൊക്കെ കിഴക്കോട്ട് ദർശനമായിട്ട് അടുക്കള പണിയുമ്പോൾ, വടക്കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായിട്ട് അടുക്കള പണിയുമ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലുള്ള ജനലുകളൊക്കെ തുറന്നിടുമ്പോൾ അതിലേക്ക് പ്രവഹിക്കുന്ന സൂര്യപ്രകാശം കൊണ്ട് നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ പോലും വെയിലേറ്റ് അതിൽ വളരെയേറെ ഗുണഗണങ്ങൾ ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രം പോലും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാവിലെ തന്നെ പ്രവഹിക്കുന്ന സൂര്യകിരണങ്ങൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് ശാസ്ത്രം പോലും സമ്മതിക്കുന്ന സ്ഥിതിക്ക് ആദിത്യവന്ദന ദിവസവും കുളി കഴിഞ്ഞ് നമ്മൾ ആദിത്യവന്ദനം ചെയ്യുന്നത് വളരെയേറെ ഗുണകരമാണ്. ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വളരെയേറെ ഗുണകരം തന്നെയാണ്. ആദിത്യ നമസ്കാരം ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് 12 മണിക്കല്ല, രാവിലെയാണ് ചെയ്യേണ്ടത്. ദുഃഖ ദുരിതങ്ങളെ നശിപ്പിക്കുകയും ഇരുട്ടിനെ ദൂരീകരിക്കുകയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ശൈത്യത്തെ അകറ്റുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ സൂര്യനെ കൊണ്ട് പറയുക. അങ്ങനെയുള്ള സൂര്യനെ ചിദാനന്ദനെ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ശ്ലോകം ഞാൻ പറഞ്ഞുതരാം, ചിലർക്ക് അത് അറിയാൻ പറ്റുമായിരിക്കും. ജീവജാലങ്ങളെയൊക്കെ നിലനിർത്തുന്ന മഹാപ്രതിഭയായ മഹാപ്രഥമമായ മഹാവിശേഷമായ ആദിത്യന്റെ പ്രകാശരശ്മി വിശേഷം ഓരോരുത്തരുടെയും ബുദ്ധിയെയും ശക്തിയെയും പ്രചോദിപ്പിക്കുന്നു. സൂര്യനെ കാണപ്പെടുന്ന ഈശ്വരനായി കണ്ടുകൊണ്ട് കൈകൂപ്പി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും എല്ലാവരും ഇത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ഐശ്വര്യത്തിനും സമ്പത്തിനും ആരോഗ്യത്തിനും വളരെ യോഗയിലൊക്കെ ആദിത്യ നമസ്കാരവും സൂര്യ നമസ്കാരവും ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. ഇത് സാധാരണ യോഗ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മന്ത്രം ഇതാണ്. കുളി കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് ഈറനോടെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചതിന് ശേഷം വന്ന് ആദിത്യ പ്രഭാത നമസ്കാരം ചെയ്യുക. ആദിത്യ നമസ്കാരം ചെയ്യുക. ആദിത്യ ദേവനെ ദേവനായി കണ്ടുകൊണ്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുക. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്ധകാരായ നമോ നമ, അന്ധകാരാന്ധകാരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമോ നമ, നീഹാരനായകാരായ നമോ നമ. ഇതാണ് 4 വരിയാണ്. സന്താപനാശകാരായ നമോ നമ, അന്ധകാരാന്ധകാരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാര നായകാരായ നമോ നമ, നീഹാരനായകാരായ നമോ നമ. ഈ ആദിത്യ മന്ത്രം നിങ്ങൾ എല്ലാ ദിവസവും ആദിത്യ ഭഗവാനെ നോക്കി നല്ലതുപോലെ നിങ്ങൾ പ്രഭാത സൂര്യനെ നോക്കി എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക. പിന്നെ സൂര്യദശ ആദിത്യദശ വളരെ ദോഷത്തിലാണ് എന്നുള്ളവർ ആദിത്യ മന്ത്രവും കൂടി എല്ലാ ദിവസവും ഉദയ സൂര്യനെ നോക്കി ജപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളും സാമ്പത്തിക അഭിവൃദ്ധി വരെ നമുക്ക് ഇതിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.